നമസ്കാരമുണ്ട്. ഞാൻ ഹരിയാണ്. എൻ്റെ പേര് ഹരി എന്നാണ്. ഞാനിത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്ത്രിമാർക്കും ശാന്തിക്കാർക്കും വേണ്ടിയിട്ടാണ്. ഈ ഈ തന്ത്രിമാർ ചെയ്യേണ്ട ഒരു കർത്തവ്യമുണ്ട്. നമ്മൾ ജ്യോതിഷന്മാർ പറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ അതേപടി പ്രതിഷ്ഠിക്കാതെ നമ്മൾ കുറച്ചെങ്കിലും കാര്യമായിട്ട് ചിന്തിക്കുക. ഇതെന്താണ് നമ്മൾ ചെയ്യണത്? അതായത് പല കുടുംബക്ഷേത്രങ്ങളും ഇന്ന് പുനരുദ്ധരിച്ചു വരുന്നുണ്ട്. വളരണം, വേണ്ടെന്നല്ല, നല്ലതാണത്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കുക, ഈ കുടിവെപ്പ് പ്രതിഷ്ഠകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കുക. വലിയ വലിയ ബ്രാഹ്മണ കുടുംബക്കാർ, അതുപോലെ തന്നെ ഈ തന്ത്രിമാർ, വലിയ വലിയ തന്ത്രിമാരാണ് ചെയ്യണത്. അത് നമ്മളതിൻ്റെ അനന്തര ഫലം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. അതായത് കുടിവെപ്പ് പ്രതിഷ്ഠയിൽ നമുക്ക് ഭദ്രകാളി, വീരഭദ്രൻ, അതുപോലെ തന്നെ മറ്റുള്ള മൂർത്തികളായിട്ടുള്ള ഗണപതി, ഇങ്ങനെയുള്ള മൂർത്തികളെയൊക്കെ നമുക്ക് പ്രതിഷ്ഠിക്കാം. മറ്റുള്ള പ്രതിഷ്ഠകൾ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള തന്ത്രിയാരെ നമ്മൾ മാറ്റി, അല്ലെങ്കിൽ അത് പ്രതിഷ്ഠിക്കുന്ന ആളുകളെ നമ്മൾ വേറെ കാണുക. അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരു സാത്വികമായിട്ടാണ് ബ്രാഹ്മണർ പ്രതിഷ്ഠിക്കുന്നത്. മറ്റുള്ള ഭൈരവനെ ആയാലും വിഷ്ണുവായി ആയാലും മറ്റുള്ള മൂർത്തികളായാലും പ്രേതത്തിനടക്കം പ്രതിഷ്ഠിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏറ്റവും വലിയ തെറ്റാണത്. പ്രേതത്തിനൊന്നും പ്രതിഷ്ഠിച്ചു കൊടുക്കാൻ പാടില്ല. എന്നിട്ട് കേൾക്കൂ, ഇതെന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുവിധമൊക്കെ പ്രതിഷ്ഠിച്ചോട്ടെ, ഞാൻ വേണ്ടാന്ന് പറയില്ല. പക്ഷേ അഥർവവേദ മൂർത്തികളെ നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോകരുത്. അത് വളരെയധികം പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. ബ്രാഹ്മണ കുടുംബത്തിൽ മാത്രമല്ല, ആ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആ കുടുംബത്തിലും ഇതിന് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കാരണം അത് ബന്ധപ്പെട്ടിട്ടുള്ള ശാന്തിക്കാർ സ്ഥിരശാന്തി നിൽക്കുന്ന കുടുംബക്ഷേത്രങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാന്തിക്കാരനും അതനുഭവിക്കേണ്ടി വരും. ഏതൊരു മൂർത്തിയേക്കായാലും, ഏതൊരു വസ്തുവിനായാലും, ഏതൊരു ജീവനുള്ള സാധനത്തിനായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനോട് കൂറ് കാണിക്കും. നമ്മളൊരു ജീവിക്ക് നമ്മൾ കുറച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്നേഹത്തോടു കൂടെ ഇങ്ങോട്ട് വരും. അതുപോലെ തന്നെയാണ് ഈ മന്ത്രമൂർത്തികൾ. അത് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, അഥർവവേദ മൂർത്തികളെ തീർത്ത് ഒഴിവാക്കുക. ബാക്കിയുള്ളത് നിങ്ങൾ പ്രതിഷ്ഠിച്ചാലും ഞാനൊന്നും പറയണില്ല. കാരണം ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോൾ അഥർവവേദ മൂർത്തികൾ, ഈ കാപ്പിരി, അതായത് വേദകാപ്പിരി എന്നൊക്കെ പറയുന്ന വേദകാപ്പിരി, ചെക്കുട്ടിപ്പാവ, ജിന്ന്, അങ്ങനെ കുറേ മൂർത്തികളുണ്ട്. അത് മുഴുവൻ അഥർവവേദ മൂർത്തികളാണ്. ഈ അഥർവവേദ മൂർത്തികളെ ബ്രാഹ്മണർ ഇത്ര വലിയ ആൾക്കാർ പ്രതിഷ്ഠിക്കാൻ പോയാൽ അവരെന്ത് മന്ത്രം ഉപയോഗിച്ചിട്ടാണോ, അത് എന്ത് മൂലമന്ത്രം ഉപയോഗിച്ചിട്ടാണോ പ്രതിഷ്ഠിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും പറയുകയാണ്, ഇങ്ങനെയുള്ള മൂർത്തികളെ പ്രതിഷ്ഠിക്കാൻ പോയാൽ അവനവൻ്റെ ഗൃഹത്തിലും അഥർവവേദ ബന്ധങ്ങൾ വന്നാൽ അതിനാർക്കും തടയാൻ സാധിക്കില്ല. കാരണം അനുഭവങ്ങളും നമ്മൾ നോക്കണം, അതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ചിന്തിക്കണം. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ജ്യോതിഷം വെച്ച് ചിന്തിച്ചാലോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ ചിന്തിച്ചാലോ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾക്കറിയാൻ പറ്റും, അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിൽ അഥർവവേദ ബന്ധങ്ങൾ, അഥർവവേദ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർമന്ത്രവാദികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. പഴയ ഒരു കാലഘട്ടത്തിൽ വളരെ താഴെ ഇടയിൽ കിടക്കുന്ന ആൾക്കാർ, ഇവരായിട്ട് ബന്ധം വന്നാലും അത് സാന്നിധ്യമായി അല്ലെങ്കിൽ മറ്റു മതസ്ഥർ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥർവവേദം എന്ന് പറഞ്ഞാൽ ഒരുവിധം ആൾക്കാർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥർവവേദ മൂർത്തികൾ അഥർവവേദത്തിലുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധം വരുത്തും. ആ ഗ്രഹത്തിന് വരുത്തും, അവൻ ആ ശാന്തിക്കാരനെ വരുത്തും, ആ തന്ത്രിക്ക് ഇവർക്കൊക്കെ വരാം. മേ ബി 100% ഉണ്ടായിട്ടുണ്ടാവും, ഉണ്ടാവാണ്ടിരിക്കില്ല. ആ കുടുംബത്തിൽ പ്രേമിച്ചു പോവാത്തൊരു പ്രശ്നം ഉണ്ടാവുള്ളൂ. ആ പ്രേമിച്ചു പോകുന്നത് എപ്പോഴും വളരെ താഴെ കിടക്കുന്ന ആൾക്കാരും താഴെക്കിടയിലുള്ള ആളുകളായിട്ടും അതുപോലെ തന്നെ വേദ മതസ്ഥരായിട്ടും ഉള്ള ബന്ധങ്ങളാണ് കൂടുതൽ വരിക. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അത്തരം മൂർത്തികളെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവരുടെ ആധികാരികമായ സ്ഥലങ്ങളുണ്ടാവും, അവിടേക്ക് നമ്മൾ ആ മൂർത്തികളെ ആവാഹിച്ച് ഉച്ചാരണം ചെയ്യേണ്ടതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവരനുഭവിക്കേണ്ടി വരും. പലവിധ മൂർത്തികളെയും നമ്മൾ അവരുടെ ആധികാരിക സ്ഥലങ്ങളിലേക്ക് പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുക.
തീരെ പറ്റാത്ത സന്ദർഭം വരുമ്പോൾ മാത്രമേ കുടിവെക്കാൻ പാടുള്ളൂ. 100% വിഷ്ണുവായൂരൊക്കെ നമ്മൾ സ്വതവേ ആ ഉപാസകൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധികാരികമായിട്ടുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ. അവിടേക്ക് നമ്മൾ അതിനെ ഈ മറ്റേ സ്വർണ്ണലോഹായാലും വേണ്ടില്ല, അല്ലെങ്കിൽ വേറെ ഈ സാളിഗ്രാമായാലും വേണ്ടില്ല, അതുപോലെ തന്നെ മറ്റുള്ള ഈ എന്താ പറയുക ലോഹവിഗ്രഹങ്ങൾ ഏതായാലും വേണ്ടില്ല, അതിലേക്ക് ആവാഹിച്ച് ഉച്ചാടനം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ജ്യോതിഷം ചിന്തിക്കുക. അതിനുശേഷവും പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം നമ്മളത് കുടിവെപ്പ് പ്രതിഷ്ഠ നടത്തി കൊടുക്കുക. ഇല്ലെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരിക്കും. കാരണം ആ വേദം കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടെ ആ മൂർത്തി പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ അതിൽ തീർച്ചയായിട്ടും കാണും. കാരണം ദേഷ്യ സ്വഭാവം ഇല്ലാത്തവർ അതിൽ ചുരുക്കമായിരിക്കും. അതുപോലെ കുറേ കാര്യങ്ങൾ അതിൽ ഉണ്ടാവും. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വിസ്തരിച്ച് തരാം. ഇത് ഇപ്പോൾ തന്ത്രിമാർക്കും പൂജാരിമാർക്കും വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ ജ്യോതിഷന്മാരും നല്ല രീതിയിൽ ചിന്തിച്ചാൽ എല്ലാ പൂജാരിമാർക്കും അത് വലിയ ഉപകാരമായി. സന്തോഷം. എല്ലാവർക്കും നന്മ വരുന്നുണ്ട്. ഹരി ഓം.